നമസ്കാരം. ക്രിസ്മസ് സമയമാണത്. നാളെയാണ് ക്രിസ്മസ്. ഉത്തരേന്ത്യയിൽ ക്രിസ്മസിൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും പരിപാടി, ഒരു നക്ഷത്രം തൂക്കിയാൽ മതി, ആ വീടപ്പം തന്നെ ബുൾഡോസർ കയറ്റി നല്ല അടിയും കിട്ടുന്നുണ്ട്. നിരക്കപ്പരക്ക അടിയാണ്. ദിവസവും ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിനൊരു പാപ്പയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനൊരു തൊപ്പി വയ്ക്കുമല്ലോ, ഒരു കൂറുമ്പൻ തൊപ്പി. അത് വിൽക്കാൻ വരുന്നവർക്ക് ഒരു അടിയാണ് അവിടെ. എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞു ഹിന്ദുക്കൾ പ്രതികരിക്കണമെന്ന്. എന്തിനു പ്രതികരിക്കണം? മുസ്ലിം വെറുപ്പ് സിരകളിൽ കുത്തി നിറച്ച് സംഘികൾക്ക് വേണ്ടിയിട്ട്, ഈ സംഘികളെ വരെ തല്ലുന്നത്, ആ സംഘികൾക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന കരിമ്പൻകാരന്മാർക്കും കാസക്കൂസകൾക്കും ക്രിസംഗികൾക്കും പള്ളിപ്പെണ്ണുങ്ങൾക്കും വെളുത്തുളോഹിട്ട ചെകുത്താന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സംഘികൾക്ക് തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹിന്ദുക്കൾക്ക് ഇടപെടാൻ ഒരു കാര്യമില്ല കേട്ടോ. കിട്ടിയത് വാങ്ങിച്ച്, അതായത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതങ്ങ വാങ്ങിക്കുന്ന പരിപാടിയാണല്ലോ ഇവർ ചെയ്യുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് വിറ്റുകൾ ഈ ഉത്തരേന്ത്യയിൽ പോയിട്ട് മതം മാറ്റൽ, എന്തായാലും പറയാ, കുരിശു കൃഷി നടത്തുന്നത്? എന്തിനാണ് ഇവർ നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസിനുള്ള സമയമായി. ഇപ്പൊ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് സംഘപരിവാറുകാരാണ്. എന്നാണ് ക്രിസ്മസ്? ഏത് ദിവസമാണ്? ഏത് ആഴ്ചയിലാണ്? എല്ലാ കാര്യങ്ങളും കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക അവര്. പണ്ടിങ്ങനെ കാര്യം ഉണ്ടായിരുന്നില്ല, ക്രിസ്മസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഏതായാലും ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ട്. എങ്ങനെ? അതിഭീകരമായ രീതിയിലുള്ള ആഘോഷം, ടെറിബിൾ ആഘോഷം. തല്ലി തകർത്ത് തിമിർത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ അർമാദിക്കുകയാണ് സംഘപരിവാറുകാർ. തല്ലി തകർക്കുകയാണ് അവര്. ഉത്തരേന്ത്യയിൽ ഇപ്പോ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നത്, അടിച്ചുടയ്ക്കുന്നത്, അടി കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു സാധാരണ സംഭവമായിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ വർഷത്തിലൊരിക്കലൊക്കെ കേട്ടിരുന്നത് ആ പള്ളി തകർത്തു, ഈ പള്ളി തകർത്തു. ഇപ്പം ഡെയിലി ഇതാ പരിപാടി. ഒരു തമാശ, എവിടെ പള്ളി അടിക്കടാ, ഒരു തമാശ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ആരാ പോലീസ് സ്റ്റേഷനിലിരിക്കുന്നത്? ഇവരൊക്കെ തന്നെയല്ലേ പോലീസ് സ്റ്റേഷനിലിരിക്കുന്നത്. ഈ സംഘികളൊക്കെ ഉത്തരേന്ത്യയിൽ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ UP-യിലോ ഗുജറാത്തിലോ കുറെ ആൾക്കാരുടെ പള്ളി തകർത്തു. ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാം ഞങ്ങളുടെ പള്ളി തകർത്തു എന്ന്. അപ്പോൾ അവരോട് നന്നായിട്ട് പറഞ്ഞു, നന്നായിച്ചോ എന്ന് പറയാല്ലേ. എന്തിനാ പള്ളി തകർത്തത്? ഞങ്ങൾ മതം മാറ്റിയതിൻ്റെ പേരില്ല. അപ്പം മതം മാറ്റം നിർത്തിയാൽ പോരെ? അത് ഞങ്ങൾ നിർത്തൂല. അപ്പോൾ പിന്നെ അടി അവരും നിർത്തില്ല. ഹിന്ദുമതം സ്വീകരിച്ച് ഹിന്ദു തീവ്രവാദിയായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യാനികളുടെ ആരാധനാലയത്തിൽ കയറിയിട്ട് അവിടെയുള്ളവരെല്ലാവരും പുലഭ്യം പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരാൾ പോലും, കേരളത്തിനടക്കമുള്ള ആൾക്കാർ പോലും മനസ്സുകൊണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ആരും ചോദിക്കില്ല. എല്ലാവരും പറയുന്നത്, സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറയും നന്നായുള്ളൂ. അവിടെ പോയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പോയിട്ട്, പ്രത്യേകിച്ച് RSകാരുടെ ഇടയിൽ പോയിട്ട്, പ്രത്യേകിച്ച് ഹിന്ദു ഭീകരന്മാരുടെ തീവ്രവാദികളുടെ ഇടയിൽ പോയിട്ട് ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ കുലത്തൊഴിൽ അവിടെയും കൊണ്ട് ആടാൻ പോകുമ്പോഴല്ലേ അടി വാങ്ങിച്ച് കിട്ടുന്നത്. കുരയ്ക്കുന്ന പേപ്പട്ടിയുടെ വായിൽ വിരലിട്ടിട്ട് പേപ്പട്ടീനെ കടിച്ചു കൊണ്ടതിൽ വല്ല അർത്ഥമുണ്ടോ? ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്താൻ കഴിയാത്ത സാഹചര്യമായി കഴിഞ്ഞു. അത്ര പറഞ്ഞാൽ മതിയല്ലോ. അപരമത വിദ്വേഷം,
സർവയിടത്തും അറപ്പും വെറുപ്പും വിതച്ചുകൊണ്ട് കിടക്കുന്ന സംഘപരിവാറുകാരെ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് ആരാ? ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. പക്ഷെ പലപ്പോഴും, അഥവാ എല്ലായ്പ്പോഴും ഷണ്ഡത്വപൂർണമായിട്ടുള്ള നിലപാടുകളാണ് ഈ ക്രിസ്ത്യാനികൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. തല്ല് കിട്ടുമ്പോൾ നിലവിളിക്കും, പിന്നാലെ ഒരു തലോടൽ വരും, അപ്പം ഇളിച്ചു കാണിക്കും, പുളിച്ചു കാണിക്കും, വലിച്ചു കാണിക്കും. അങ്ങനെ നിൽക്കുന്ന കൂട്ടരാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ. ഇവിടെ സംഘപരിവാറുകാർ കേക്ക് കൊണ്ടുവരുമ്പോൾ തൊള്ള പിളർന്ന് ആ നോക്കി കാണിക്കും, പള്ളിക്കാരും പച്ചക്കാരും. അതിലൂടെ അവരെന്താ ചെയ്യുന്നത്? കേരളത്തിൽ ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് RSS പറഞ്ഞ സർപ്പങ്ങൾക്ക്. രാഖിയും കയ്യിൽ കെട്ടുന്ന ചരടുമായിട്ട് വരുമ്പോൾ കൈ നീട്ടി കൊടുക്കുന്ന പള്ളിപ്പെണ്ണുങ്ങളും വെളുത്ത വൈകിട്ട് ചെറുത്താന്മാരുമാണ് ഈ RSSകാർക്ക്. അവരും ക്ഷണിച്ചു വരുത്തുന്നത് കാളസർപ്പങ്ങളെയാണ്. ചെമ്പ് കിരീടമായിട്ട് വരുമ്പോൾ, വാഴക്കൊലയായിട്ട് വരുമ്പോൾ, മുട്ടുകുത്തി ഇഴഞ്ഞു വരുമ്പോൾ, ഈ സംഘിക്കുറുവടികൾക്ക്, ചെമ്പുകോഴി അടക്കമുള്ള സംഘക്കുറുവടികൾക്ക് പൂച്ചെണ്ടും പൊന്നാടിയും കൊടുത്ത് സ്വീകരിച്ച് ആനയിക്കുന്ന പള്ളിക്കാർ വഴി കാട്ടുന്നത് RSS എന്ന കാളസർപ്പത്തിനാണ്. അടുത്ത കാലത്ത് അവൻ്റെ പേര് പാമ്പളാനി, അവൻ പറഞ്ഞത് റബ്ബറിന് വില കൂട്ടി തന്നാൽ ഞങ്ങൾ 2-3 MP-മാരെ ഉരുട്ടി പുഴുങ്ങി തരാമെന്ന്. റബ്ബറിന് വില കൂട്ടിയാൽ മതി. അവൻ്റെ എല്ലാ എത്തിക്സും വാല്യൂസും ബൈബിളും യേശുക്രിസ്തുവൊക്കെ അവിടെ പോകും. റബ്ബറിന് വില കൂട്ടിയാൽ മതി. പൈച്ച 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 പൈച്ച. അവൻ്റെ പേരാണ് പാമ്പളാനി, ഒരു തടിയൻ. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ നിന്നൊരു ഇക്കണ്ടൻ നായരെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ചർച്ച് MP, നമ്മൾ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ ചർച്ച് MP, ചർച്ചിനൊരു MP ആക്കുകയും ചെയ്തു. ഇന്നവർ അനുഭവിക്കുന്നുണ്ട് അത്. BJP അഥവാ RSS ഞങ്ങൾക്ക് തൊട്ടുകൂടാത്തവരല്ല എന്നും ഈ പാമ്പളാനി എന്നുള്ളവൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവന്മാര് നിരക്കെ പരക്കെ തല്ലുവായി കൂട്ടുന്നുണ്ട്. ഈ തല്ലുവായി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വരും. ഇന്ന പള്ളിയിൽ, ഇപ്പോൾ ക്രിസ്തുമസിന് ഏതൊരു പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെവിടുത്തെ അടിയും കൊടുക്കും. അപ്പം ഈ വലത്തെ കൈ കൊണ്ട് അടിക്കും, ഇടത്തെ കൈ കൊണ്ട് തലോടി കൊടുക്കും. വത്തിക്കാനിലെ മരപ്പാപ്പ, അതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ തുരുപ്പ് ചീട്ട്. ഇവരാരെയും കൊച്ചുകുട്ടികൾ കരയുമ്പോൾ പറയില്ലേ, മോനെ അമ്പിളി മാമനെ പിടിച്ചു തരാട്ടോ, അപ്പോൾ കുട്ടികൾ കരച്ചിൽ നിർത്തും. അവൻ ഇവന്മാർക്ക് അടി കെട്ടി തൂറുന്ന സമയത്ത്, അയ്യോ നിലവിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, കരയാതെ മക്കളെ, വത്തിക്കാനിലെ മരപ്പാപ്പയെ, മരപ്പാപ്പയെ ഉടനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാലോ എന്ന്. അതോടെ വീണ്ടും ക്രിസ്ത്യാനികൾ വാലാട്ടാൻ തുടങ്ങും. നമ്മുടെ തെരുവ് പട്ടികളില്ലേ, ചോറ് കൊടുത്താൽ അവരിന്ന് വാലാട്ടും, ഏറ് കൊടുത്താൽ അവർ മൂങ്ങും, വീണ്ടും ചോറ് കൊടുത്താൽ വീണ്ടും വാലാട്ടും. ആ രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ഈ തെരുവ് പട്ടികൾ. ഇവിടെ മറിച്ചും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പള്ളിപ്പട യഥാർത്ഥത്തിൽ ഹൈന്ദവരുടെ അവരുടെ ആ സഹിഷ്ണുതയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞാൽ പുകയില്ലാത്ത അടുപ്പും ഗോതമ്പ് പൊടിയും റൊട്ടി ചൂടാനുള്ള അങ്ങനെയുള്ള പൊടികളൊക്കെ കൊടുത്ത് അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ ഹിന്ദുക്കളെ പിടിച്ച് ആണും പെണ്ണും അല്ലാതൊക്കെ മാറ്റുന്നു. കൊണ്ടുപോയാൽ പിന്നെ ഒറിജിനൽ ഹിന്ദു അല്ലല്ലോ, നായരെ മതം മാറ്റി പിന്നെ നാക്കറിയാണ്. അല്ല, ഒറിജിനൽ ക്രിസ്ത്യാനി അല്ലല്ലോ. നായരെ ക്രിസ്ത്യാനി ഇവരെ നാക്കറിയെന്നാ വിളിക്കുള്ളൂ. അവിടുന്ന് പെണ്ണ് കിട്ടില്ല, അവർ കന്യാസ്ത്രീയാക്കില്ല, അച്ഛനാക്കില്ല. ഒരു കാലത്ത് വിദേശത്ത് നിന്ന് ഒരു കുഷ്ഠരോഗി വന്നിരുന്നു, വെള്ളക്കുഷ്ഠം, തെരേസ. അതൊരു സീനിയർ പള്ളി തേവടിയാണ്. അവൾ ഇതിൻ്റെ മൊത്തം വ്യാപാരിയായിരുന്നു. ഇവാഞ്ചലിസം 2000 വന്നിട്ട് വന്നതാണ്. ഇവിടെ ആകെ ടോട്ടലായിട്ട് ഇന്ത്യ മുഴുവൻ കമഴ്ത്തി വയ്ക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാത്തിനെയും കുരിശാക്കാൻ വേണ്ടി വന്നതാണ്. അവൾ ഒരുപാട് മുക്കറ താങ്ങി, ഒന്നും നടന്നില്ല. എല്ലാവരെ കൊണ്ട് വിളിപ്പിച്ചു, അമ്മ അമ്മ അമ്മ, അതേ അമ്മ, അതേ അമ്മ.
അതുകൊണ്ട് ഇവിടുത്തെ ജന്തുക്കളും വിളിക്കുകയാണെങ്കിൽ അമ്മ 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 എന്ന് വിളിക്കാൻ തുടങ്ങി. ജന്തുക്കൾ പിന്നെ അങ്ങനെയാണല്ലോ. കേരളത്തിലിപ്പോൾ ഹിന്ദുവിൻ്റെ മേലുള്ള കുതിര കയറ്റം നിർബാധം നടക്കുന്നുണ്ട്. മറ്റിടത്ത് പറ്റില്ല, ഇവിടെ നടക്കുന്നുണ്ട്. കുന്ന് കണ്ടാൽ, ഒരു മല കണ്ടാൽ അപ്പോൾ അവിടെ കുരിശ് കൃഷി ആരംഭിക്കും. പിന്നെ പട്ടയത്തിന് ഓട്ടമായി. അതിന് വേണ്ടിയിട്ട് പട്ടയ കോൺഗ്രസ്, ഒരു കോൺഗ്രസ് കഴിഞ്ഞിട്ട് കോട്ടയം ബേസ്ഡ് ആയിട്ടൊരു പട്ടയ കോൺഗ്രസ്, അത് 2-3 ഉണ്ടത്. അവർ പശ്ചിമഘട്ടം പരിപൂർണമായിട്ട് ചരച്ചിറക്കി കഴിഞ്ഞ് സ്വന്തമാക്കി കഴിഞ്ഞു. തൃശ്ശൂര്, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇവരുടെ ഡൊമിനേഷൻ നടക്കുകയാണ്. എറണാകുളത്ത് മേയർ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ. 48% വരുന്ന 48% എറണാകുളത്ത് ഈ ഇണ്ണാക്കന്മാരുടെ ജന്തുക്കളുടെ പോപ്പുലേഷൻ. 36% ക്രിസ്ത്യാനികളുടെ. പക്ഷേ വോട്ട് ചെയ്യാൻ എല്ലാ ഉണ്ണാക്കന്മാരും പോകും. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം നോക്കുന്നത് പള്ളിക്കാരാ. അപ്പോൾ അവിടെ ഏത് പെണ്ണിനെ ആക്കണം? അവിടെ ഹിന്ദുക്കളുടെ പേരൊന്നും വരില്ല, ക്രിസ്ത്യാനികളുടെ പേര് മാത്രം. ആദ്യത്തെ 2 വർഷം ആ ക്രിസ്ത്യാനി, വൈസ് പ്രസിഡന്റ് വേറെ ക്രിസ്ത്യാനി, പിന്നത്തെ 2 വർഷം പിന്നത്തെ ക്രിസ്ത്യാനി. ഹിന്ദുക്കളോ അവർക്ക് 10 പേരിലുണ്ടല്ലോ, വായിലിട്ടിരിക്കുക തന്നെ. 58.42% തൃശ്ശൂർ ക്രിസ്ത്യാനികൾ. 24% ശരിക്കും പകുതി പോലും ഇല്ല, അത്രയാണ് അവിടെ ക്രിസ്ത്യാനികൾ. 17% മുസ്ലിങ്ങൾ. അതും അവരങ്ങ് എടുത്തു കഴിഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ അതവിടെ സംവരണം ചെയ്ത പോലെയാണ്. അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്. ഒരിക്കലും ഒരു ഹിന്ദുവായിട്ട് ഒരുത്തി വന്നു, പക്ഷെ അത് കമ്മ്യൂണിസ്റ്റുകാരിയായി പോയി. ബിന്ദു അഹങ്കാരം ഉരുട്ടി കൊച്ചുണ്ടാക്കിയത് ആ പെണ്ണിനെ. അവിടെ അത് ഭരണം അവസാനിച്ചു. കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രിസ്ത്യാനികളുടെ കൊള്ളയെ അവിടെ. ഇടുക്കിയിൽ 48.86% ഹിന്ദുക്കൾ. 43.42% അവിടെ ക്രിസ്ത്യാനികൾ. 7.4% അവിടെ മുസ്ലിങ്ങൾ ഇടുക്കിയിൽ. പക്ഷെ എന്നെപ്പോലെ ഒരാൾ, ഒരു സന്യാസി അവിടെ പോകണം കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, എവിടേക്കാണ് കള്ളം പോണേ പോ, അല്ല ബാഗൊന്നും ചെക്ക് ചെയ്യും, അല്ല ബോംബുണ്ടാവും, പരസ്യമായിട്ട് അവർ പറയും. ഇപ്പോൾ കുറച്ചൊക്കെ മറ്റേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മറ്റേ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവർക്ക് റൈറ്റ് ടു മാർക്കറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. എന്താ ഭാരതിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ സേവാഭാരതി, അതൊക്കെ ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല, പേടി അവർക്ക്. കൊങ്ങയ്ക്ക് പിടിക്കാൻ അവരും തയ്യാറായിട്ട് തന്നെ. അപ്പം അതുകൊണ്ട് ഇപ്പോഴൊക്കെ സന്യാസിമാരെ പോകുമ്പോൾ, വഴി കൂടെ പോകുമ്പോൾ ആരും വന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തെണ്ണ ചോദിക്കും, എന്തെണ്ണ വേണ്ടെന്ന് ചോദിക്കും. അവർക്ക് പേടിയുണ്ട് അവിടെ. പണ്ടൊക്കെ ഒരുപാട് അവർ അവഹേളിച്ചിട്ടുള്ളതാണ്. 50% കോട്ടയത്തെ പോപ്പുലേഷൻ. ആർക്കറിയാത്? കോട്ടയത്തെ പകുതി, അവിടെയുള്ള ജനസംഖ്യയുടെ പകുതി ഹിന്ദുക്കളാണ്. അതിന് തൊട്ട് പുറകിലെന്ന് പറയാൻ വേണമെങ്കിൽ 43% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. 6.5%, 6.41% മുസ്ലിംസ് ഉള്ളത്. അവിടുത്തെ സ്ഥിതി എന്താ? കോട്ടയം എന്ന് പറഞ്ഞാൽ വത്തിക്കാനാ, മിനി വത്തിക്കാനാ. അവിടുന്ന് ഹിന്ദുവിന് തലപൊക്കാൻ പറ്റില്ല. അവിടെ ഹിന്ദു ഉണ്ണാക്കന്മാർക്ക് തലപൊക്കാൻ താല്പര്യവുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. പത്തനംതിട്ടയിൽ 57% ഹിന്ദുക്കൾ, 38% മാത്രമേ ശരിക്കും പകുതി, 38% മാത്രമുള്ള അവിടുത്തെ ക്രിസ്ത്യാനികൾ, 4.6% മുസ്ലിങ്ങൾ പത്തനംതിട്ടയിൽ. അവിടെയും കുരിശ് കൃഷി നല്ല രീതിയിൽ നടക്കുന്നു. ഞാനൊരിക്കൽ ഇടുക്കിയിലുള്ള സമയത്ത് ഇടുക്കിയിൽ നിന്ന് കുമളിയിലേക്ക് ഒരു ബസ്, പുതുതായിട്ടൊരു ബസ് സ്റ്റാർട്ട് ചെയ്യണം. അന്ന് പള്ളിയിൽ വായിച്ചത് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ ആളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ തോമസ് മറ്റൊരാൾ, അയാളുടെ പേരിൽ ആരംഭിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ആ ബസ്സിലേക്ക് കയറാവൂ എന്ന്. എന്നോട് പിന്നൊരു ഡീക്കൻ അച്ഛൻ പറഞ്ഞത്, ഇവർ തമ്മിൽ പറയൂത്രേ, ഒരു ഹിന്ദുവിന് സീറ്റ് കൊടുക്കരുതെന്ന്.
അവൻ 10 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ 10 മിനിറ്റുള്ള എനർജി അവന് നഷ്ടപ്പെടില്ലേ? അതുപോലും നമ്മൾ മനസ്സിൽ വെക്കണം. അവസാനം കണ്ടക്ടർ ഒന്നൊന്ന് മാറിക്ക്, ഇയാൾ ഇവിടെ ഇരിക്കട്ടെ പറയുമ്പോൾ മനസ്സോടെ ഇരുത്തിയാൽ മതി എന്നർത്ഥം. ആ രീതിയിൽ എവിടെയും എപ്പോഴും എല്ലാ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ ഹിന്ദുക്കളെ ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ കുരിശുകാർ. എല്ലായിടത്തും ഡൊമിനേഷനാണ്. ഈ പറഞ്ഞ എറണാകുളം, തൃശ്ശൂർ, അവർ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഇവിടെയെല്ലാം ക്രിസ്ത്യൻ ഡൊമിനേഷൻ നടക്കുകയാണ്. ഡൊമിനേഷൻ തന്നെ അനിഹിലേഷൻ. ആദ്യം ഇവിടെ ഡൊമിനേറ്റ് ചെയ്യും, പിന്നെ അനിഹിലേറ്റ് ചെയ്യും, ഇല്ലാണ്ടാക്കും. ആ കാര്യത്തിൽ ക്രിസ്ത്യൻസ് നമ്പർ 1 ആണ് ലോകമെമ്പോഴും. അവിടെ നിന്ന് എടുക്കാൻ നമുക്ക് പിൽഗ്രിം ഫാദേഴ്സ് അമേരിക്ക വേണ്ട എല്ലാത്തിനും തകർത്ത് കളഞ്ഞു. കൊളംബസ് മസൂരി പിടിച്ച ആൾക്കാരെ ഡ്രസ്സ് കൊണ്ടിട്ട് അവിടെയുള്ള പാവപ്പെട്ട ഇങ്കകൾക്കും മയൻസിനും റെഡ് ഇന്ത്യൻസും കൊടുത്ത് അവർ സ്വന്താക്കി. ഇപ്പം ട്രംപ് എന്താ പറയണത്? അമേരിക്കാരുടെ നേതൃത്വം മുഴുവൻ പുറത്തു പോകാൻ. അവനല്ലേ ആദ്യം പുറത്തു പോകേണ്ടത്? 400 വർഷം മുമ്പ് അവിടെ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഗോവയിലെ ഇൻക്വിസിഷൻ അവിടെ ഹിന്ദുക്കളെ നെടുക പിളർത്തിയിട്ടുണ്ട്. അറക്കവാൾ ഉപയോഗിച്ച് നെടുക പിളർത്തിയിട്ടുണ്ട് ഇൻക്വിസിഷൻ. അതിൻ്റെ ഡീറ്റെയിൽ ഇന്നും നമുക്കിവിടെ നമ്മുടെ കൺവെട്ടത്തുണ്ട്. ഇവിടെ ഭരിക്കുന്നത് ഇപ്പോൾ RSS ആണ്. ഞാൻ RSS ചാരനാണല്ലോ. ഞാൻ RSS ചാരനാണെന്ന് ഒരു കൂട്ടം ആൾക്കാരെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവർ വേറെ പ്രഖ്യാപിച്ചു. ഇടവിട്ട് ഫോണുകൾ ഒക്കെ വരുന്നുണ്ട് എനിക്ക്. ഇത്തരം ഫോണുകളെല്ലാം കമ്പ്യൂട്ടർ ഫോണുകളാണ് കേട്ടോ. 3 അക്ഷരമൊക്കെ ഉണ്ട്, 3 അക്കൗണ്ടേ ഉള്ളൂ. ദുബായിൽ വന്നാൽ എന്നെ കാച്ചുന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കുണ്ടോ പേടി? ഞാൻ അസാമാന്യ ധൈര്യവാനില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദുബായിലേക്ക് വരില്ലെന്ന് പറഞ്ഞു. ഒരുത്തരോട് ചോദിച്ചു, എന്താണ് ദുബായിലേക്ക് വന്നാൽ ഹിന്ദുക്കൾക്ക് വരാൻ പാടില്ലെന്ന് ഞങ്ങളുടെ രാജ്യം. അപ്പം ഹിന്ദുക്കൾക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യമല്ലേ എന്ന്. അവരെവിടെയാണ് തീ കൊളുത്തുന്നത് അവരറിയുന്നില്ല കേട്ടോ. അവരെവിടെയാണ് തീ കൊളുത്തുന്നത് അവരറിയുന്നില്ല. ഈ പറയുന്നവരൊരു പക്ഷേ ഫേക്ക് ഐഡിയ ആയിരിക്കാം. പക്ഷെ അത് മുഴുവൻ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ആ ഒരു തീ കൊളുത്ത് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അപ്പോൾ കേന്ദ്രം, RSS ഭരിക്കുന്ന കേന്ദ്രം ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ഒന്നേ പറയാനുള്ളൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒതുങ്ങി കൂടുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഒതുക്കിക്കളയുക. അതാണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് കയറാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ചെന്ന് കയറിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യക്കാർ അവർ തല തകർത്ത് വിട്ടത് തന്നെ. ഏതായാലും മതം മാറ്റമെന്ന ഈ വത്തിക്കാൻ കുലത്തൊഴിലുണ്ടല്ലോ, എവിടെ പോയാലും അവരുടെ പരിപാടി ഇതാ. അവരെ കുലത്തൊഴിലതാ. സുവിശേഷം എന്നാ പേര്. യഥാർത്ഥ പരിപാടി കൺവെർഷനാണ്. ഏത് തരത്തിലുള്ള കൺവെൻഷൻ ആണെങ്കിലും അതിൽ യാതൊരു സംശയമില്ല, കൺവെർഷൻ ഈസ് നത്തിങ് ബട്ട് വയലൻസ്. എത്ര കുടുംബങ്ങൾ നെടുക പുലർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അതൊക്കെ വ്യാപകമായപ്പോഴാണ് അടി, നിൽക്കാത്ത അടി, എന്നും അടി. ഏതായാലും ഈ മതം മാറ്റമെന്ന കുരിശു കൃഷി വത്തിക്കാൻ കുലത്തൊഴിൽ നിർത്തിയേ മതിയാവും. അതിനൊരുക്കമല്ലെങ്കിൽ ഇനി മതം മാറ്റമെന്ന കുലത്തൊഴിൽ തുടർന്നാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വവാദികളല്ല, ഹിന്ദുക്കൾ തന്നെ നിങ്ങൾ കുലത്തൊഴിലാക്കി കഴിഞ്ഞാൽ അവർ കൊല തൊഴിലാക്കും. ഓർത്താൽ നല്ലത്.